സുവിശേഷങ്ങള് പരസ്പരം കോപ്പി അടിച്ചാല് എന്താണ് പ്രശ്നം? മത്തായി മർക്കോസിൽ നിന്ന് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ചാനല് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ സുവിശേഷങ്ങളായിട്ടുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവ സ്വതന്ത്രമായിട്ടുള്ള ദൃക്സാക്ഷികളാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെന്തിനാണ് കോപ്പി അടിച്ചാല് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത്? അതിന് കാരണം ഇന്ന് എല്ലാ അക്കാഡമിക്സും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യ സുവിശേഷങ്ങളായിട്ടുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവ പരസ്പരം കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന്. നമുക്ക് ആദ്യം എന്താണ് പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അത് എഴുതിയത് യേശുവിന്റെ ശിഷ്യനായിട്ടുള്ള മത്തായി, പത്രോസിന്റെ കൂടെ നടന്ന അനുയായിയായിട്ടുള്ള മർക്കോസ്, പൗലോസിന്റെ സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ലൂക്കോസ്, യേശുവിന്റെ മറ്റൊരു ശിഷ്യനും യേശുവിന്റെ അടുത്ത ശിഷ്യനായിട്ടുള്ള യോഹന്നാനുമാണ് അത് എഴുതിയിട്ടുള്ളത്. കുറച്ചും കൂടി വിശദമാക്കാം. മത്തായി എന്ന് പറയുന്നത് ഒരു ചുങ്കക്കാരനായിരുന്നു, ടാക്സ് കളക്ടർ. അദ്ദേഹം യേശുവിന്റെ കൂടെ നടന്ന് യേശു ചെയ്ത കാര്യങ്ങൾ കണ്ടു, യേശു പഠിപ്പിച്ചത് കേട്ടു, യേശുവിന്റെ ഉപമകളൊക്കെ മനസ്സിലാക്കി, യേശുവിനെ കുരിശിൽ തറച്ചതും യേശു മരിച്ചതും ഉയർത്തതും സ്വർഗാരോഹണം ചെയ്തതും ഒക്കെ കണ്ട് ജൂത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസ് എന്ന് പറയുന്നത് പത്രോസിന്റെയും ബാർണബാസിന്റെയും അനുയായിയായിരുന്നു. ഈ പത്രോസ് എന്ന് പറയുന്നത് യേശുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. എന്നാൽ പത്രോസ് ഒരു മുക്കവനായിരുന്നു. പത്രോസിന് വേണ്ടി റോമില് ട്രാൻസ്ലേറ്റർ ആയിട്ട് പോയത് മർക്കോസാണ്. സഭാപിതാവായിട്ടുള്ള പാപ്പിയസ് പറയുന്നത് ഈ പത്രോസിന്റെ ഓർമ്മകളാണ് മർക്കോസ് ഒരു അടുക്കും ചിട്ടയില്ലാതെ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത്. ഇനി ലൂക്ക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസിന്റെ ഒരു അനുയായിയാണ്. എന്നാൽ പൗലോസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് മനുഷ്യനായിട്ടുള്ള യേശുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൂക്ക അദ്ദേഹത്തിന്റെ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇത് കണ്ട ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അടുക്കും ചിട്ടയുമായിട്ട് അദ്ദേഹം എഴുതിയെന്ന്. യോഹന്നാൻ എന്ന് പറയുന്ന ആള് യേശുവിന്റെ അടുത്ത ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിൽ തന്നെയുള്ള ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ പറയുന്നത് കാണാം, പത്രോസും യോഹന്നാനും വായിക്കാനും എഴുതാനും അറിയാത്തവരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സുവിശേഷം വളരെ തത്വചിന്താപരമായിട്ടുള്ളതാണ്. അതായത് ഗ്രീസിലും റോമിലും ഒക്കെ നിലവിലുണ്ടായിരുന്ന തത്വചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ ആവാഹിച്ചിട്ടുണ്ട്. വളരെ തിയോളജിക്കലാണ്. ബൈബിൾ പഠിപ്പിക്കുന്നവരോട് സംസാരിച്ചാല് അവര് പറയുക, യോഹന്നാൻ തന്റെ വാർദ്ധക്യത്തിലാണ് ഈ സുവിശേഷം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം യേശുവിന്റെ ജീവിതം റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് യേശുവിന്റെ ജീവിതത്തെ അദ്ദേഹം അക്കാലത്തുണ്ടായിരുന്ന തത്വചിന്തയുടെ വെളിച്ചത്തിൽ നോക്കി കാണുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്കൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് വായിച്ചിട്ട് യോഹന്നാൻ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു യേശുവിനെ കാണും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയെ കുറിച്ച് മാത്രമാണ്. യോഹന്നാനെ കുറിച്ച് പിന്നീടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിലും പള്ളികളിലും അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുവിശേഷങ്ങളെ ഒരു അപ്പോസ്തോലിക അധികാരത്തിലാണ് കണ്ടിട്ടുള്ളത്. കാരണം ഈ സുവിശേഷങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ളത് അപ്പോസ്തലന്മാര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷങ്ങൾക്ക് നമ്മൾ വളരെയേറെ അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യാറില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു യേശുവിന്റെ വചനം കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഈ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം എടുത്ത് അങ്ങ് കോട്ട് ചെയ്യും. അതും പോരായിട്ട് നമ്മൾ ഈ സുവിശേഷങ്ങളിലെ സിമിലാരിറ്റി, സാമ്യത, അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടോ, 4 വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ അവരുടെ സുവിശേഷത്തില് യേശുവിന്റെ കഥ പറയുമ്പോൾ എന്തോരം സാമ്യതകളാണ് കാണുന്നത്. ഉദാഹരണത്തിന് കഥയുടെ ഓർഡർ, അത് വളരെയേറെ സാമ്യമുണ്ട്. അതിൽ നടന്ന സംഭവങ്ങൾ വളരെയേറെ സാമ്യതയുണ്ട്. അപ്പൊ ഇവരൊരിക്കലും കള്ളത്തരമല്ല എഴുതുന്നത്. കാരണം നടന്ന സംഭവങ്ങളാവുമ്പോഴല്ലേ അതിന് വളരെയേറെ സാമ്യത ഉണ്ടാവുന്നു. എന്നാല് ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ, അതായത് ഈ സുവിശേഷങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും, അതും തെളിവാണ്. അതായത് സാമ്യത ഉണ്ടെങ്കിലും തെളിവാണ്,
വൈരുദ്ധ്യത ഉണ്ടെങ്കിലും തെളിവാണ്. അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുള്ളതാണ്. കാരണം ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ കഥാതന്തു ഏകദേശം ഒരേപോലെയാണ് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ പറയുക. പക്ഷെ അതിലെ ചില ഡീറ്റെയിലുകൾ, ചില ചെറിയ ചെറിയ സംഭവങ്ങൾ, അവർ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ഡീറ്റെയിലുകളിൽ വ്യത്യസ്തതകൾ. ഇപ്പോ ഒരു പോലീസ് കേസിനായിട്ട് 4 സാക്ഷികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് എല്ലാം ഒരുപോലെയാണെങ്കിൽ നമുക്ക് സംശയം തോന്നും. പക്ഷെ അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ആ പൊരുത്തക്കേടുകളുടെ അർത്ഥം ശരിയാണ്, ഇവരത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അപ്പൊ ഈ സാക്ഷികൾ 4 സാക്ഷികൾ പറയുന്ന വാക്കുകളിൽ വളരെയേറെ സാമ്യതകളുണ്ടെങ്കിൽ നമ്മൾ സംശയം വരത്തില്ല, ഇവര് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയോ ഇവര് പരസ്പരം കോപ്പി അടിച്ചെന്നോ ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവരെ മാത്രമാണ്. കോപ്പി അടിച്ചു എന്ന് പറയുന്ന ഭാഗം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സുവിശേഷകരെ പ്ലേസ് ചെയ്യാം. തിരുവനന്തപുരംകാരനായിട്ടുള്ള മത്തായി, കൊല്ലംകാരനായിട്ടുള്ള പത്രോസും കൂടെ തീരുമാനിക്കുന്നു നമുക്ക് തൃശ്ശൂർ പൂരം കാണാം. തിരുവനന്തപുരത്തുകാരനായ മത്തായി ട്രെയിനിൽ കയറി, കൊല്ലത്തുനിന്ന് പത്രോസും അതേ ട്രെയിനിൽ കയറി, രണ്ടുപേരും തൃശ്ശൂരിൽ പോയി ഇറങ്ങുന്നു. അവര് പൂരം കാണാൻ ചെല്ലുന്നു. അവരവിടെ കൊടിയേറ്റ് കാണുന്നു. പത്രോസിന്റെ അടുത്ത അമ്മാവനായിട്ടുള്ള യോശുവയുടെ വീട്ടിൽ താമസിക്കുന്നു. യോശുവ ഇടയ്ക്ക് പത്രോസിനെയും കൊണ്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. കാരണം സ്വന്തം അനന്തരവനല്ല. ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് മത്തായും പത്രോസും കൂടെ പോയി അടുത്ത ദിവസം കുടമാറ്റം കാണുന്നു. മത്തായും പത്രോസും പൂരം കണ്ട ശേഷം അവർ പറഞ്ഞു, എന്തൊരു നല്ല പൂരമായിരുന്നു, ഈ പൂരത്തിന്റെ വിവരം നമ്മളെല്ലാരെയും അറിയിക്കണം. മത്തായും പത്രോസും തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോയി. മത്തായി തിരുവനന്തപുരത്തേക്കും പത്രോസ് കൊല്ലത്തും. അപ്പോൾ മത്തായി വിചാരിച്ചു ഇത് എല്ലാരെയും ഒന്ന് അറിയിക്കണം. അതിനായിട്ട് മത്തായി സ്വയമായിട്ട് ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതാൻ തുടങ്ങി. പൂരത്തിന് പോയ കാര്യങ്ങളും, അവർ ട്രെയിനിൽ കയറിയതും, ട്രെയിനിൽ വെച്ച് പത്രോസിനെ കണ്ടതും, അവര് അമ്മാവന്റെ വീട്ടിൽ താമസിച്ചതും, പൂരത്തിലെ ഓരോ ഡീറ്റെയിലുകളും മത്തായി എഴുതി. എന്നാൽ പത്രോസ് വിചാരിച്ചു, എനിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഒരു എഴുത്തുകാരൻ അവരുടെ കൂട്ടുകാരനായിട്ടുള്ള മർക്കോനെ വിളിച്ചു. മർക്കോ മോനെ നീ എഴുത്. മർക്കോയും പത്രോസ് പറയുന്നത് കേട്ടിട്ട് ഈ പൂരത്തിന്റെ വിശേഷങ്ങൾ എഴുതാൻ തുടങ്ങി. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് തിരുവനന്തപുരംകാരനായിട്ടുള്ള ലൂക്ക വന്ന് ആദ്യം മത്തായിയോട് സംസാരിച്ച് പൂരത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. എന്നിട്ട് ലൂക്ക ട്രെയിൻ കയറിപ്പോയി പത്രോസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ലൂക്കായും എഴുതി ഒരു ലേഖനം ഈ പൂരത്തിനെ കുറിച്ച്. എന്നിട്ട് നമ്മളുടെ കയ്യിൽ ഈ 3 രേഖകളും കിട്ടി. മത്തായി എഴുതിയ പൂരത്തിന്റെ വിശേഷങ്ങൾ, മർക്കോ എഴുതിയ പൂരത്തിന്റെ വിശേഷങ്ങൾ, ലൂക്ക എഴുതിയ പൂരത്തിന്റെ വിശേഷങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മൾ മത്തായിയുടെ എഴുതിയേക്കുന്ന ലേഖനം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പൂരം നടക്കുന്നതിന് മുമ്പത്തെ സംഭവങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് മത്തായി എഴുതിയിട്ടുണ്ട്. മത്തായി അവിടെ പൂരത്തിന് എത്തിയ ശേഷമുള്ള സംഭവങ്ങളും വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ മർക്കോ എഴുതിയത് പത്രോസ് പറയുന്ന കേട്ടിട്ടാണല്ലോ. മർക്കോ ആണെങ്കിൽ ആ പത്രോസ് അവിടെ എത്തിയത് മുതലുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ലൂക്ക ആണെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പത്തുള്ള സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. രസം എന്താന്ന് വെച്ചാൽ തായി പൂരത്തെക്കുറിച്ച് എഴുതിയതും, മർക്കോ പൂരത്തെക്കുറിച്ച് എഴുതിയതും, ലൂക്ക പൂരത്തെക്കുറിച്ച് എഴുതിയതും, അത് 3 ഒന്നിച്ച് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരേ സംഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി അവരുപയോഗിച്ചിരിക്കുന്നത് ഒരേ വാക്കുകൾ. കാരണം ഈ പൂരം നടന്നത് കേരളത്തിലാണ്, ഇവരെല്ലാവരും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇവര് ഒരേ വാക്കുകൾ ഉപയോഗിച്ചാണ് ഒരേ കാര്യങ്ങൾ എഴുതുന്നത്. വഴിക്ക് വെച്ച് റെയിൽവേ ടിക്കറ്റ് ചെക്കർ ഇവരോട് ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ച സംഭവം ഇവർ 3 പേരും എഴുതുമ്പോൾ ആ ടിക്കറ്റ് ചെക്കർ ചോദിച്ച വാക്കുകൾ അതേപടി എഴുതിയിട്ടുണ്ട്. എന്നാൽ ടിക്കറ്റ് ചെക്കർ ചിലപ്പം ഉപയോഗിച്ചേക്കുന്ന പദപ്രയോഗങ്ങൾ ഇത്രയും മോശമാണെങ്കിൽ മർക്കോ അതേപടി ആ പ്രയോഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ മത്തായി ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഇത്തിരി തിരുത്തിയിട്ടുണ്ട്. ലൂക്ക അതേ പ്രയോഗങ്ങൾ വേറെ രീതിയിൽ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ഒരേ വാക്കുകളാണ്. ഇത് ഒരിടത്തല്ല, ആ ലേഖനത്തിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. എഴുതിയേക്കുന്ന അതേ വാക്കുകളാണ് മത്തായിയും ലൂക്കായിലും ഉള്ളത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കില്ലേ ഇത് കോപ്പി അടിച്ചിട്ടില്ലേ എന്ന്? കാരണം ഒരേ സംഭവം വിവരിക്കുന്ന ലേഖനം 2 പേര് എഴുതുമ്പോൾ, മത്തായിയും മർക്കോയും എഴുതുമ്പോൾ അതിനകത്ത് സാമ്യതകൾ, അതായത് അവയുടെ കഥയുടെ തന്തുവിലും അവയുടെ ഓർഡറിലും ഒക്കെ സാമ്യതകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വാക്കുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ അതേപടി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് അസ്വാഭാവികമാണ്. അതും പോരാഞ്ഞിട്ട് ഇവിടെ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ നടന്നത് മുഴുവൻ മലയാളത്തിലാണ്.
ടിക്കറ്റ് ചെക്കറിനോട് സംസാരിച്ചത് മലയാളത്തില്, പൂരം നടക്കുന്നത് മലയാളത്തില്, പക്ഷെ ഇവരിതെല്ലാം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കിയ കാര്യം അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ശിവൻകുട്ടി എഴുതുന്ന പോലെയല്ല ശശി തരൂർ എഴുതാൻ പോകുന്നത്. ഒരു മീൻപിടുത്തക്കാരനായ പത്രോസ് പറയുന്നത് കേട്ട് എഴുതിയ മർക്കോസും, അല്ലെങ്കിൽ ചുങ്കക്കാരനായിട്ടുള്ള മത്തായിയും, ലൂക്ക ഒരു വൈദ്യനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവര് 3 പേരും ഉപയോഗിക്കുന്ന ഭാഷ ഒരേപോലെ ആവുക എന്നുള്ളത് വളരെ അപൂർവമാണ്. സാധാരണ ഉപയോഗിക്കാത്ത ചില വാക്കുകൾ മർക്കോസിലുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ആ വാക്ക് എന്തിനാണ് മത്തായിലും ലൂക്കോസിലും വരുന്നത്. ഇത് തന്നെയാണ് സുവിശേഷങ്ങളിൽ സംഭവിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ വ്യക്തമാണ്. ഇതില് മത്തായിയും പത്രോസും ഇവര് രണ്ടുപേരുമാണ് യേശുവിന്റെ ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാര് യേശുവിനോട് സംസാരിച്ചതും യേശു ഇവരോട് സംസാരിച്ചതും യേശു ഇവരോട് കാര്യങ്ങൾ പഠിപ്പിച്ചതും എല്ലാം പലസ്തീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായിട്ടുള്ള അറാമിയ ഭാഷയിലാണ്. എന്നാൽ ഇന്ന് നമ്മളുടെ കയ്യിലുള്ള സുവിശേഷങ്ങൾ ഒറിജിനലി എഴുതപ്പെട്ടത് കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിലാണ്. ഈ സുവിശേഷങ്ങൾ ഒരേ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ മർക്കോസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കുകളാണ് മത്തായിലും ലൂക്കായിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരിടത്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു വലിയ ബുക്ക് എഴുതുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒരേ വാക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഉടനീളം ഈ ഒരു പാറ്റേൺ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് സംശയം വരും, ഇവര് പരസ്പരം കോപ്പി അടിച്ചിട്ടുണ്ടോ. ഇവിടെ ഈ വാക്കുകളിലുള്ള സാമ്യം അത് ഒരു വളരെ വലിയൊരു പ്രഹേളികയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഏകദേശം 90% വാക്കുകൾ അതേപടി മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വീഡിയോയിൽ ഇപ്പൊ കാണുന്നത് മത്തായിയും മർക്കോസും ലൂക്കോസും ഒരേ സംഭവങ്ങൾ വിവരിക്കുന്നതാണ്. മത്തായിയിൽ മാത്രം കാണുന്ന വാക്കുകളാണെങ്കിൽ ചുവപ്പും, മർക്കോസിൽ മാത്രം കാണുന്നതാണെങ്കിൽ മഞ്ഞയും, ലൂക്കോസിൽ മാത്രം കാണുന്നതാണെങ്കിൽ നീലയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മത്തായിലും മർക്കോസിലും കാണുവാണെങ്കിൽ ഓറഞ്ച് നിറവും, മർക്കോസിലും ലൂക്കോസിലും കാണുവാണെങ്കിൽ പച്ച നിറവും, മത്തായിലും ലൂക്കായിലും കാണുവാണെങ്കിൽ ബ്രൗൺ നിറവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 3 ഒന്നിച്ച് കാണുവാണെങ്കിൽ കറുപ്പാണ്. നിങ്ങളും തന്നെ നോക്കൂ, എന്തുമാത്രം സാമ്യതകളാണ് ഈ 3 സുവിശേഷങ്ങൾ തമ്മിലുള്ളത്. ഈ സാമ്യതകൾ കണ്ടിട്ട് നിങ്ങൾക്ക് അന്ധമായിട്ട് വേണമെങ്കിൽ വിശ്വസിക്കാം മത്തായിയും മർക്കോസും ലൂക്കോസും പരസ്പരം കോപ്പി അടിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഇന്നത്തെ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള എല്ലാ ചരിത്രകാരന്മാരും ഇത് അംഗീകരിച്ചിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും ഈ കാര്യം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും കാണുന്ന ഭാഗങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് ട്രിപ്പിൾ ട്രഡീഷൻ, അതായത് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ഒരേ സംഭവം ഒരേ രീതിയിൽ കാണുന്നു. ഇതാണ് ട്രിപ്പിൾ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഡബിൾ ട്രഡീഷൻ മത്തായിലും മർക്കോസിലും ഉണ്ട്, അല്ലെങ്കിൽ മർക്കോസിലും ലൂക്കോസിലും ഉണ്ട്, അല്ലെങ്കിൽ മത്തായിലും ലൂക്കായിലും ഉണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബ്രൗൺ, ഗ്രീൻ, ഓറഞ്ച് നിറത്തിൽ കണ്ടത്. ഇനി മത്തായിൽ മാത്രം കാണുന്നത്, മർക്കോസിൽ മാത്രം കാണുന്നത്, ലൂക്കായി മാത്രം കാണുന്നത്, ഇവ ചുവപ്പ്, മഞ്ഞ, നീല നിറത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഐട്രേറ്റ് ചെയ്യും. ഇത്രയും വലിയ ബുക്കുകൾ തമ്മിൽ, അതായത് മത്തായി ഒരു ബുക്കാണ്, മർക്കോസ് ഒരു ബുക്കാണ്, ലൂക്ക ഒരു ബുക്കാണ്. ഈ 3 ബുക്കുകൾ ഒന്നിച്ചു വെക്കുമ്പോൾ ഇത്രയധികം സാമ്യത വാക്കുകളിൽ എങ്ങനെ വരും? നമ്മൾ ഓർക്കേണ്ടത്, യേശു സംസാരിച്ചത് അറാമിയ ഭാഷയിലാണ്, സുവിശേഷങ്ങൾ എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇവര് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. യേശു സംസാരിച്ച കാര്യങ്ങളും യേശു പഠിപ്പിച്ച കാര്യങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും എല്ലാം ഇവർ അറാമിയയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഇവർ ഒരേ വാക്കുകളും ഒരേ സെന്റൻസുകളും ഒരേ ഓർഡറും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സംശയം വരും, ഇവർ കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന്. ഇത് നമ്മൾ പഴയ എല്ലാ കൈയെഴുത്ത് പ്രതികളിലും കാണുന്നുണ്ട്, പിന്നീട് ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന ട്രാൻസ്ലേഷനുകളിലും കാണുന്നുണ്ട്. ഇത് അംഗീകരിക്കാനായിട്ട് വിശ്വാസികളായിട്ടുള്ള പണ്ഡിതർക്കും അവിശ്വാസികളായിട്ടുള്ള പണ്ഡിതർക്കും ഒരു മടിയില്ല. കാരണം അത്രയ്ക്ക് ഡേറ്റ ഉണ്ട്. ഗ്രീക്കിലുള്ള എല്ലാ പഴയ കൈയെഴുത്ത് പ്രതികളിലും, അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ട്രാൻസ്ലേഷനുകളിലും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടായേക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലും എല്ലാം നമുക്കിത് വ്യക്തമായിട്ട് കാണാം. അതായത് ഈ കോപ്പിയടി വളരെ വ്യക്തമാണ്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ട്? ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഈ പ്രഹേളിക, ഈ സിനോപ്റ്റിക് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. യേശുവിന്റെ ജീവചരിത്രം വിവരിക്കുന്നതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ. യേശുവിന്റെ ജീവിതത്തിലെ
ഒരു സംഭവം വിവരിക്കുമ്പോൾ ആ സംഭവം വിവരിക്കാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ, വാക്കുകൾ, പാരഗ്രാഫുകൾ ഇവ തമ്മിൽ വളരെയേറെ സാമ്യതയുണ്ട്. ഇത്രയധികം സാമ്യതയുള്ളതുകൊണ്ട് ഇവയെ ഒന്നിച്ചു വെച്ച് വേണം വായിക്കേണ്ടത്. അതുകൊണ്ട് ഈ 3 സുവിശേഷങ്ങളെയും നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് വിളിക്കുന്നു. ഗ്രീക്കില് ഈ വാക്കിന്റെ അർത്ഥം ഒന്നിച്ച് കാണുക, സിൻ ഓപ്റ്റിക്. ഈ 3 സുവിശേഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സാമ്യതകൾ മാത്രമല്ല, ചില വ്യത്യസ്തതകളും. ഈ സാമ്യതകളും ഈ പൊരുത്തക്കേടുകളും ഈ വ്യത്യസ്തതകളും പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഈ സിനോപ്റ്റിക് പ്രോബ്ലം എന്നുള്ളത്, അല്ലെങ്കിൽ സിനോപ്റ്റിക് പ്രഹേളിക എന്നുള്ള വാക്ക്. അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഇവ പരസ്പരം കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. അത് മാത്രമല്ല, ഇവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് റഫാണ് എന്ന് വേറൊരു സുവിശേഷകന് തോന്നിയാൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരിൽ ആരാണ് ആദ്യമായിട്ട് സുവിശേഷം എഴുതിയത്? ഇതിന് മെയിൻ ആയിട്ട് 2 കാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഒന്ന് മർക്കോസ്, രണ്ടാമത്തത് മത്തായി. ആരിൽ നിന്ന് കോപ്പി അടിച്ചു? മർക്കോസിൽ നിന്ന് മത്തായി കോപ്പി അടിച്ചോ, അതോ മത്തായിയിൽ നിന്ന് മർക്കോസ് കോപ്പി അടിച്ചോ? ഇതാണ് നമുക്ക് അറിഞ്ഞിടാത്തത്. ചില സംഭവങ്ങൾ ഈ 2 സുവിശേഷങ്ങളിൽ മാത്രമേ കാണുന്നു. അതായത് ഒരേ സംഭവം മത്തായിലും ലൂക്കായിലും മാത്രം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വേർഡ് ബൈ വേർഡ് അവിടെ കോപ്പി അടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്നാപക യോഹന്നാന്റെ അണലി സന്തതികളെ എന്ന് ഉള്ള ആ പ്രസംഗം മത്തായിലും ലൂക്കായിലും മാത്രമേ കാണുന്നുള്ളൂ. അവർ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ, അവർ തമ്മിൽ 1-2 വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മത്തായിലും ലൂക്കായിലും. ചില സംഭവങ്ങൾ ഇപ്പോൾ മത്തായും ലൂക്കായും എഴുതുമ്പോൾ ചില സംഭവങ്ങൾ 2 വഴിക്ക് പോകുന്നു. ഉദാഹരണത്തിന് യേശുവിന്റെ ജനനം. മത്തായിയുടെ സുവിശേഷ പ്രകാരം യേശു ജനിച്ചത് ഒരു ഭവനത്തിലാണ്. യേശുവിനെ കാണാൻ വേണ്ടി രാജാക്കന്മാര് വരുന്നുണ്ട്. ആകാശത്ത് ഒരു താരകം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹെറോദ് കുട്ടികളെ കൊല്ലുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒന്നുമേ അല്ല നടക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ജനിക്കുന്നത് ഒരു വീട്ടിന് പുറത്താണ്. യേശുവിനെ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു പുൽത്തൊട്ടിയിലാണ് കിടത്തുന്നത്. യേശുവിനെ കാണാൻ വേണ്ടി വരുന്നത് ആട്ടിടയന്മാരാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവമോ യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതോ ഇതൊന്നും നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റത്തില്ല. ഇത് നമ്മൾ മത്തായില് മാത്രമേ കാണൂ. അപ്പോൾ ഒരേ സംഭവം വിവരിക്കുമ്പോൾ 2 പേരും 2 വഴിക്കാണ് പോകുന്നത്. ഇതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, യേശു ഉയർത്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും ഗലീലയിലാണ് മത്തായിയുടെ സുവിശേഷ പ്രകാരം. എന്നാൽ ലൂക്കായുടെ സുവിശേഷ പ്രകാരം അത് നടക്കുന്നത് ജെറുസലേമിലാണ്. എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമായിട്ട് വരുന്നു? അവ വരുന്നത് എവിടെ നിന്ന്? ഓറൽ ട്രഡീഷൻസ്, അതായത് വാമൊഴി പാരമ്പര്യങ്ങളിൽ നിന്നാണോ, അതോ ഐ വിറ്റ്നസസ് ദൃക്സാക്ഷികളിൽ നിന്നാണോ, അതോ വേറെ എവിടെയെങ്കിലും നിന്നാണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിനോപ്റ്റിക് പ്രോബ്ലം എന്നുള്ള രീതിയിൽ ഈ അക്കാഡമിക്സ് പഠിക്കുന്നത്. ഇനി ചില നിരീശ്വരവാദികൾ ഈ ഇത് കേൾക്കുന്ന ഉടനെ പറയും, കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവര് പരസ്പരം കോപ്പി അടിച്ചതാണ് എന്ന്. അതുകൊണ്ട് യേശു ജീവിച്ചിരുന്നില്ല. അല്ലെങ്കിൽ വേറെ ചില മതസ്ഥരും എന്ന് പറയും, കണ്ടോ അന്നേ ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാം തിരുത്തിയിട്ടുണ്ട്, ഇത് കോപ്പി അടിച്ചതാണ്, ഞങ്ങൾ പറയുന്നത് ശരിയായി. ഇതൊന്നും ശരിയായിട്ടുള്ള വാദങ്ങളല്ല. യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായിട്ടുള്ള 2 തെളിവുകൾ വരുന്നത് ജോസീഫസിന്റെ ജൂയിഷ് ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്നും അതേപോലെ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നും. കാരണം ഇവർ 2 പേരും യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ യേശുവിന്റെ സഹോദരനെയും കണ്ടിട്ടുണ്ട്, യേശുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 സോഴ്സുകളിൽ നിന്നാണ് യേശുവിന്റെ ചരിത്രപരത നമ്മൾ നിലനിർത്തുന്നത്, അല്ലാതെ സുവിശേഷങ്ങളെ ആധാരമാക്കിയല്ല. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് ആ വാദത്തിനും അർത്ഥമില്ല. കാരണം ഇവ ഒരു ചരിത്രരേഖ തന്നെയാണ്, പക്ഷെ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ചരിത്രരേഖയായിട്ട് നമുക്ക് സുവിശേഷങ്ങളെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കുറച്ചും കൂടെ വ്യക്തമാക്കാൻ പറഞ്ഞാൽ, നാളെ സൂര്യൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. മെസ്സേജിൽ നിങ്ങൾക്ക് തോന്നി ചില ഭാഗങ്ങളൊന്ന് മാറ്റണം, കാരണം ആ മെസ്സേജ് ഇത്തിരി ക്രൂഡാണ്. അപ്പം നിങ്ങളത് ചെറിയ എഡിറ്റോറിയൽ തിരുത്തലുകൾ നമ്മൾ നടത്തി ആ മെസ്സേജ് ഒരു വേറൊരാൾക്ക് അയച്ചു. അയാൾക്ക് തോന്നി ചെറിയൊരു എഡിറ്റോറിയൽ തിരുത്ത് വേണം, അയാളും അതേപോലെ ചെറിയൊരു തിരുത്ത് നടത്തി വേറൊരാൾക്ക് അയച്ചു. ആ കോർ മെസ്സേജ് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ചെറിയ തിരുത്തലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കോർ മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സോഴ്സും നിങ്ങൾ ആഡ് ചെയ്ത ഭാഗത്തിന് രണ്ടാമതൊരു സോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സുവിശേഷങ്ങളിൽ പരസ്പരം കോപ്പി അടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ അവയെ ഒറ്റ സോഴ്സ് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ കോപ്പി അടിക്കാത്ത ഭാഗങ്ങൾ
അവ വേറെ വേറെ സോഴ്സായിട്ട് നമുക്ക് കാണാം. അതേപോലെ സുവിശേഷങ്ങൾ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം ഉണ്ടാക്കിയതാണെന്നല്ല അർത്ഥം. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് നിലനിന്നിരുന്ന വാമൊഴി പാരമ്പര്യങ്ങളാവാം, യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ട ഇന്ന് അവൈലബിൾ അല്ലാത്ത ഒരു പുസ്തകമാവാം, ഇതൊക്കെ ആവാം ഈ സുവിശേഷങ്ങളുടെ സോഴ്സ്. പക്ഷേ ഈ സിനോപ്റ്റിക് പ്രോബ്ലം യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചില അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ളത് മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഇവരെല്ലാവരും സ്വതന്ത്രമായിട്ട് സുവിശേഷങ്ങൾ എഴുതി എന്നുള്ളത്. എന്നാൽ ഇവർ കോപ്പി അടിക്കുമ്പോൾ ആ കോപ്പി അടിച്ച ഭാഗങ്ങൾ നമുക്ക് സ്വതന്ത്രമാണ് എന്ന് കരുതാൻ ഒരു വഴിയില്ല. ഇവിടെ നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയിൽ നിന്നാണ്. കോപ്പി അടിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ അവര് കോപ്പി അടിച്ചത് ചിലപ്പോൾ ഒരേ പുസ്തകത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും എഴുതിയ ആദ്യത്തെ ഏതെങ്കിലും ഒരു സുവിശേഷത്തെ ആക്കിയാവാം ഇവർ പരസ്പരം കോപ്പി അടിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായിരുന്നാലും ഇവ കോപ്പി അടിച്ച ഭാഗങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള 3 സാക്ഷികൾ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ തരവില്ല. ആ ഭാഗങ്ങൾക്ക് ഒറ്റ സാക്ഷി ഉണ്ടാവും. ഇനി ദൃക്സാക്ഷികളാണ് സുവിശേഷങ്ങൾ എഴുതിയതെങ്കിൽ ഇവര് എന്തിനാണ് വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് റെഫർ ചെയ്യുന്നത്? ഉദാഹരണത്തിന് മത്തായി മർക്കോസിന്റെ സുവിശേഷം എന്തിനാണ് നോക്കി എഴുതുന്നത്? ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ മത്തായി യേശു വിളിക്കുന്ന സംഭവമാണ്. ഈ 3 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ ലേവി എന്നുള്ള സ്ഥാനത്ത് മത്തായി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു എന്നല്ലാതെ ബാക്കി സെന്റൻസുകൾ അതേപടി സെയിം ആണ്. ഓർത്തു നോക്കൂ, മത്തായിയെ വിളിക്കുന്നത് മത്തായിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ആ സംഭവം പോലും മത്തായി സ്വന്തം വാക്കുകളിലല്ല വിവരിക്കുന്നത്. പകരം മർക്കോസിന്റെ വാക്കുകൾ അല്ലെങ്കിൽ ലൂക്കോസിന്റെ വാക്കുകൾ കടമെടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, മത്തായി സ്വന്തം ജീവിതത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അതായത് യേശുവിനെ വിളിച്ചു ചുങ്കക്കാരൻ എന്നുള്ള ജോലി വിട്ടിട്ട് സുവിശേഷകൻ എന്നുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആ സംഭവം മത്തായി വിവരിക്കുമ്പോൾ മത്തായി ഉപയോഗിക്കുന്നത് വേറൊരാളുടെ കടം കൊണ്ട വാക്കുകളാണ്, അല്ലെങ്കിൽ ആ വാക്കുകൾ അതേപടി കടം കൊണ്ടിരിക്കുവാണ് മർക്കോസും ലൂക്കോസും. അപ്പോൾ ഇവയെ നമുക്ക് ദൃക്സാക്ഷി വിവരണമായിട്ട് നമുക്ക് കാണാൻ ഇവിടെ ഇനി തരവില്ല എന്നുള്ളതാണ്. ഇത് ഒരു സംഭവത്തിലല്ല, പല സംഭവങ്ങളിലും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോസ്തലനായ മത്തായി എന്തിനാണ് മർക്കോസിന്റെ സുവിശേഷം കോപ്പി അടിച്ചത്, അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം എന്തിനാണ് മത്തായി കോപ്പി അടിച്ചത്? കാരണം അവര് തന്നെ ഒന്നുകിൽ ദൃക്സാക്ഷികളായിരുന്നു, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾക്ക് വേണ്ടി എഴുതുന്നവരായിരുന്നു. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അൺകംഫർട്ടബിൾ ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവ പരസ്പരം കോപ്പി അടിച്ചു എന്ന് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതേ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാനും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് പാസ്റ്റർമാരും അച്ഛന്മാരും ഇതിനെ കുറിച്ച് വാദിക്കുന്ന അപ്പോളജിസ്റ്റുകളുമാണ്. കാരണം അവരാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് മർക്കോസിൽ നിന്ന് മത്തായി കോപ്പി അടിച്ചെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പൊതുവായിട്ട് സംഗ്രഹിക്കാം. നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ളത്, യേശുവിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളത് ദൃക്സാക്ഷികളായിട്ടുള്ള മത്തായി, ദൃക്സാക്ഷിയായിട്ടുള്ള പത്രോസിന് വേണ്ടി മർക്കോസ്, അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷികളെ ഇന്റർവ്യൂ ചെയ്ത ലൂക്ക എന്നിവരാണ്. പക്ഷെ ഇവർ എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളിൽ വളരെയധികം ഭാഗങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട്. ഈ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചില ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ സ്വല്പം കടുകട്ടിയാണ്, അല്ലെങ്കിൽ ഇത്തിരി റഫായിട്ടാണ് ചില സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ പരസ്പരം കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമല്ല, ഇത് വളരെ ഗഹനമായിട്ട് 200 വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്. ഈ സാമ്യത നമ്മൾ കാണുന്നത് ഒറിജിനലായിട്ട് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പുസ്തകങ്ങളിൽ കാണാം, അവയുടെ നല്ല വിവർത്തനങ്ങളിൽ കാണാം, എല്ലായിടത്തും നമ്മൾ ഈ സാമ്യതകൾ കാണാം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഹേളിക, അതായത് ആദ്യത്തെ സുവിശേഷം ആരാണ് എഴുതിയത്, അവര് ആരൊക്കെ ആരിൽ നിന്ന് കോപ്പി അടിച്ചത്, എങ്ങനെയാണ് ഇവ കോപ്പി അടിച്ചതിന്റെ ഓർഡർ എന്താണ്, ഇവയിൽ ഉണ്ടാവുന്ന സാമ്യതകൾ എവിടെ നിന്ന് വരുന്നു, ഇവയിലുള്ള വ്യത്യസ്തതകൾ എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ വളരെയേറെ വിശദമായിട്ട് ഇന്ന് അക്കാഡമിക് സർക്കിളുകളിൽ പഠിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ചിലതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോയിന്റ് ചെയ്യുന്നത് ഈ സുവിശേഷങ്ങൾ, എസ്പെഷ്യലി മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയെ ദൃക്സാക്ഷി വിവരണം എന്നുള്ള രീതിയിൽ വായിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇവ തമ്മിൽ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനു കോപ്പി അടിച്ചു, നമ്മളെ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചത് നോണയായിരുന്നു. ഇതൊക്കെ ഉത്തരം തരേണ്ടത് അച്ഛന്മാരും പാസ്റ്റർമാരും സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെയാണ്.
ഇതിൽ ഞാൻ വിശ്വാസികളെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമില്ല. അവര് പ്രാർത്ഥനയിലും ആചാരങ്ങളിലും, അതിപ്പം ഏത് സഭയാണ്, മുഴുകി മാത്രമാണ് ജീവിക്കുന്നത്. അവര് കേൾക്കുന്നത് ഈ പാസ്റ്റർമാരുടെ വായിൽ നിന്നും അച്ഛന്മാരുടെ വായിൽ നിന്നും ഒക്കെയാണ് അവർ സുവിശേഷങ്ങൾ കേൾക്കുന്നത്. ആരും ഗഹനമായിട്ടിരുന്ന് ഇതിന്റെ സത്യം തേടാൻ വേണ്ടി പോകാറില്ല. പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം തോന്നും, ഇവൻ ഈ പറയുന്നത് മുഴുവൻ നുണയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് ഇന്നത്തെ കാലത്ത് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഗൂഗിളോ വിക്കിപീഡിയയോ എന്തിനോ ഇന്നത്തെ AI ആയിട്ടുള്ള ChatGPT-യോ ക്ലോഡോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കൂ. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, അക്കാഡമിക്കലി എന്താണ് സിനോപ്റ്റിക് പ്രോബ്ലം? എന്നിട്ട് നിങ്ങൾ അവർ തരുന്ന ഉത്തരം ശ്രദ്ധിക്കും. കാരണം ആയിരക്കണക്കിന് വർഷം, അല്ലെങ്കിൽ ചില സഭകളെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ദൃക്സാക്ഷികളാണ് എന്നുള്ളതാണ്. എന്തിന് അപ്പോളജിസ്റ്റുകൾ പോലും പലപ്പോഴും പറയാറുണ്ട്, നോക്കൂ 4 സ്വതന്ത്ര സാക്ഷികൾ നമുക്ക് ഇതിനുണ്ട്, പക്ഷെ 4 ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം. സുവിശേഷങ്ങളിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സുവിശേഷങ്ങളിലെ പൊരുത്തമില്ലായ്മകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്നത് സുവിശേഷങ്ങളിൽ പരസ്പരം കോപ്പി അടിച്ചതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ഗവേഷണം ചെയ്ത് ആ ഗവേഷണത്തിനെ ആസ്പദമാക്കി ഈ ചോദ്യങ്ങളെ കുറിച്ചാണ് അച്ഛന്മാരും പാസ്റ്റർമാരും സൺഡേ സ്കൂൾ അധ്യാപകരും അപ്പോളജിസ്റ്റുകളും ഒക്കെ മറുപടി പറയേണ്ടത്. ഈ സംസാരിച്ചതിനെ കുറിച്ച് വിശ്വാസികൾ ഗവേഷണം നടത്തണം. ഈ കാര്യങ്ങളെ കുറിച്ച് ഉത്തരം പറഞ്ഞിട്ട് വേണം ഈ പാരമ്പര്യത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും ഒക്കെ പേരിലുള്ള അടി. കാരണം സുവിശേഷങ്ങൾ, അതായത് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല സോഴ്സ് ആയിട്ടുള്ള സുവിശേഷങ്ങൾ പരസ്പരം കോപ്പി അടിച്ചു എന്നുണ്ടെങ്കിൽ എന്താണ് അതർത്ഥം? ഇത് ആയിരിക്കണം അച്ഛന്മാർ ഉത്തരം പറയേണ്ടത്, ഇതായിരിക്കണം പാസ്റ്റർമാർ ഉത്തരം പറയേണ്ടത്, ഇതായിരിക്കണം സൺഡേ സ്കൂൾ അധ്യാപകർ ഉത്തരം പറയേണ്ടത്. കാരണം ഈ അപ്പോളജിസ്റ്റുകളും പാസ്റ്റർമാരും അച്ഛന്മാരും ഒന്നുകിൽ ഇവർക്ക് ഈ സംഭവങ്ങൾ അറിയാം എന്നിട്ട് ഇവരിത് പഠിപ്പിക്കുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവര് വേദപാഠം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? കാരണം രണ്ട് തന്നെയാണെങ്കിലും ഇതിനകത്ത് ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി ഞാൻ കാണുന്നു. ഇത് വളരെ നീളം കൂടിയ ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽസ് പരസ്പരം കോപ്പി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് കുറച്ചും കൂടെ ഉള്ള തെളിവുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.